നമ്മളൊരു 2 മണിക്കൂർ മുമ്പ് നേരിട്ട് പേഴ്സണലി സംസാരിച്ചിരുന്നെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴേ അറിയുള്ളൂ. ജീവിതം അവസാനിപ്പിക്കണം അങ്ങനെ ഒരു തോട്ടൊക്കെ വരുന്നത് എന്തിനാണ്? ഫ്ലഡ് വന്നിട്ട് ഷോപ്പ് തുടങ്ങി കുറച്ചായിട്ടുള്ള ഇടപ്പള്ളിയിൽ ആ സമയത്ത് എൻ്റെ സകലതും പോയ ഒരാളാണ് ഞാൻ. ഉടുതുണി വരെ ഇല്ലാത്തൊരവസ്ഥയിൽ വന്നിട്ട് ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ ഓടി വന്ന് നമ്മുടെ അടുത്ത് കൂടുന്നവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് നിൽക്കാനായിരിക്കില്ല. അതിൽ ശരിക്കും വീണ് മൂക്കുത്തിപ്പോയ ഒരാളാണ് ഞാൻ. പക്ഷെ സ്ത്രീക്ക് ശത്രു സ്ത്രീ തന്നെയാണ്. സ്ത്രീകൾ ഏത് വഴി കൂടെ പോയിട്ടാ നമുക്ക് പാര വയ്ക്കാന്ന് നമ്മൾ പോലും ചിന്തിക്കില്ല. ഇതുവരെ ഇല്ലാത്ത എൻ്റെ കൂട്ടായിട്ട് ഈ സ്ഥാപനങ്ങൾ നടത്തി പോകുമ്പോഴൊന്നും ഈ വിഷയങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ ശരിക്കും പെട്ടുവിടും. പക്ഷെ അതിന് മുന്നോട്ട് വരാൻ ആരുമില്ല. നമ്മളത് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് പോകണം. അവര് തുന്നകാരിയല്ലേ. ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഓർക്കുന്ന ബന്ധങ്ങളാവുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ആംബുലൻസ് ICU സർവീസ് പോലെ ഇതാണ് നമ്മളെ അതുവരെ നമ്മുടെ ചുറ്റിലുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ചേച്ചിയോട് നേരത്തെ ചോദിക്കണം എന്ന് ഓർത്തൊരു ചോദ്യം ചേച്ചി ഇങ്ങോട്ട് തന്നെ ഉത്തരം പറഞ്ഞത്. അതായത് സിനിമയിൽ ചേച്ചിക്ക് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൂടെ? അപ്പൊ ചേച്ചി അതിന് ഓൾറെഡി ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല. ഞാൻ ചെയ്ത ഒരു സിനിമ മിസ്റ്റർ ഹാക്കർ എന്ന് പറഞ്ഞ സിനിമ, അത് വേറൊരാളെടുത്തിട്ട് പകുതിയാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞ് പിന്നെ അത് ഫിനിഷ് ചെയ്ത് അത് 2 ആഴ്ച 3 ആഴ്ച കൂടെ ഓടുകയും ചെയ്തൊരു പടമായിരുന്നു. അത് ചെയ്ത് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. കാരണം മകൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ രണ്ടുപേരും 2 വഴിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ യൂണിറ്റ് നമുക്ക് മസ്റ്റായിട്ട് വേണം. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ പുറകെ ചെയ്തു. ഇത്രയൊക്കെ പ്രതിസന്ധി ചേച്ചി നേരിട്ടെങ്കിലും ജീവിതം അവസാനിപ്പിക്കണം അങ്ങനെ ഒരു തോട്ടൊക്കെ വരുന്നത് എന്തിനാണ്? നമ്മൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം ഓരോ പരീക്ഷണത്തിലും ചേച്ചി ശരി ഡൗൺ ആവും, നമ്മൾ വീഴും, നമ്മൾ കരയും, എല്ലാം ചെയ്യും, നിലവിളിക്കും, ശബ്ദമില്ലാണ്ടാകും, മുന്നോട്ട് കുതിക്കാൻ പറ്റാണ്ടാവും. പക്ഷെ എന്നാലും മുന്നോട്ട് തന്നെയല്ലേ കുതിക്കും. ആ ഒരു നിമിഷമുണ്ട്. ഞാൻ ഇപ്പം വന്നിരിക്കുന്ന ഒരിതുണ്ട്. ഇതിനേക്കാൾ മുമ്പ് ഞാനൊരു 4 മാസം മുമ്പ് ഞാൻ ഓരോ കുടുങ്ങുന്ന സമയത്തും എനിക്കൊരു സ്നേഹകേന്ദ്രം എന്ന് പറഞ്ഞൊരു ഫേം ഉണ്ട്. ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ, അത് ഫ്ലഡ് വന്നിട്ട് എല്ലാം പോയ സമയത്ത് അന്ന് ഞാൻ ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ള ഇടപ്പള്ളിയിൽ ഷോപ്പ് തുടങ്ങിയിട്ട് എനിക്കാണ് ജൂലൈയിലാണ് ഷോപ്പ് തുടങ്ങുന്നത്. ഓഗസ്റ്റ് പകുതിയായപ്പോഴത്തേനും ഫ്ലഡ്. ആ സമയത്ത് എൻ്റെ സകലതും പോയ ഒരാളാണ് ഞാൻ. എല്ലാം പോയതാ. ഉടുതുണി വരെ ഇല്ലാത്തൊരവസ്ഥയിൽ വന്നിട്ട് കടയിൽ കിടന്നതുകൊണ്ട് മാത്രം എൻ്റെ 3 മെഷീൻ മാത്രം എനിക്ക് കിട്ടി. 3 മെഷീൻ മാത്രം എനിക്ക് തിരിച്ചു കിട്ടിയ ഒരാളാണ് ഞാൻ. അതും ഇതിന്നൊക്കെ ഞാൻ മാറിപ്പോകുന്നുണ്ട്. ആ കറക്റ്റ് സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പനിയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്ത് 2 ദിവസം ഇവിടെ വന്ന് നിന്നിട്ട് പോവാന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രം ഞാൻ ആലുവയിൽ എൻ്റെ ഇതിൽ പെടാതിരുന്നതാണ്. ഞാനന്ന് ആലുവയിൽ ഇവിടേക്ക് പോകുന്ന സ്ഥലത്തായിരുന്നു, മറ്റേ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അവിടേക്ക് പോകുന്ന, അവിടെയൊക്കെ മുങ്ങിപ്പോയല്ലോ, അവിടെ പെട്ടുകൊണ്ട് ഇവിടെ. പക്ഷെ അങ്ങനെ ഞാൻ വരുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. ഞാൻ ഷോപ്പ് കൂടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും എന്നറിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ കൂടിയിട്ട് സ്നേഹകേന്ദ്രം എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് മേക്കിങ് അങ്ങനെ എല്ലാവരും കൂടി നമുക്കൊരു എക്സിബിഷൻ നടത്താമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ എക്സിബിഷനൊക്കെ നടത്തി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സെയിലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്നത് നല്ല രീതിയിൽ പോകുമ്പോൾ അതിൽ ഫുഡ് ഉണ്ടാക്കുന്ന അമ്മമാരുണ്ട്, ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നവർ, പല പല കരകൗശല സാധനം ഉണ്ടാക്കുന്ന എല്ലാവരും കൂട്ടി അതൊരു ഭയങ്കര എൻജോയ്. ആ സമയം 2ാമത് വന്നപ്പോഴാണ് കോവിഡിൻ്റെ ഇത് എനിക്ക് മുമ്പ്. അതാ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഞാൻ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തു. പിന്നെ ഓൺലൈനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ CSC സെൻറ്റർ തുടങ്ങുക. അപ്പോൾ ഇവർക്കൊക്കെ തൊഴിൽ വേണം. ഇവരൊക്കെ എന്നെ കണ്ടിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അന്ന് ഞാൻ ഇവരെക്കാളും എന്താ പറയുക പേടിച്ചിരിക്കുന്ന ഒരാളാണ് എനിക്കല്ല. പക്ഷെ ഇവരെൻ്റെ അടുത്ത് വന്നൊരു സഹായം നമുക്ക് നോ പറയാൻ കഴിയാത്തൊരു മനസ്സാണ്. ഒരാൾ വന്നൊരു സങ്കടം പറയുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ല. എപ്പോഴും അങ്ങനെയാണ്. നമുക്കൊരാൾ വന്ന് നമ്മൾ ചിലപ്പം ഏറ്റവും ഡൗൺ ആയിരിക്കും. ആ ഡൗൺ ആയ നമ്മളെ തേടി ഒരാൾ വരുമ്പോഴത്തേക്കും അയ്യോ നമുക്കൊരു ഹോപ്പാണ്. നമ്മളുടെ അടുത്ത് ഇവർ വന്ന് ഫ്ലഡ് കടയൊക്കെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ഫ്ലഡ് കഴിഞ്ഞ് തുറക്കണ സമയം ഇനി എന്താ ചെയ്യുക, ആരും വർക്ക് കൊണ്ടുവരില്ല, ആരുടെ കയ്യിലും പൈസ ഇല്ല, നമുക്കും ജീവിക്കണം ഇവർക്കും ജീവിക്കണം. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യുക, എന്നാൽ നമുക്കല്ല ഫുഡ് ഫെസ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പതുക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യല്, തട്ടുകട തുടങ്ങാം. എന്ത് തൊഴിലിനും അതിൻ്റെ മാന്യത ഉണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അത് വെച്ചിട്ട് നമ്മളെല്ലാവരുടെ കഴിവും കൂടെ അപ്പോൾ കുറേ പേര് അച്ചാറുണ്ടാക്കി, അങ്ങനെ പല സാധനങ്ങളും ബേക്കറി ഉണ്ടാക്കി. പിന്നെ കുറേ ആൾക്കാർ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്ത് കൊണ്ടുവന്നു. വയനാട്ടിൽ നിന്ന് വരാൻ എനിക്ക് ആൾക്കാരുണ്ട്. വയനാട്ടിൽ നിന്ന് ഒന്നും പറയാം. വിനയ മാഡത്തിന് അറിയില്ലേ, നമ്മുടെ പുള്ളിക്കാരത്തി എന്നെ മുമ്പേ തുടങ്ങി എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ചേച്ചി വയനാട്ടിലുള്ള അവർ വരെ എൻ്റെ അടുത്ത് കൂടി വന്നിട്ട് ഞങ്ങളൊരു ടീമായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞ് എല്ലാവരും കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാളെന്തെങ്കിലും ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഓടി വന്ന് നമ്മുടെ അടുത്ത് കൂടുന്നവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് നിൽക്കാനായിരിക്കില്ല. ചിലർക്ക് അവിടെ നിന്ന് എന്തെടുത്തിട്ട് പോവാം, അവിടെ ചൊട്ടി നിന്നാൽ എനിക്ക് സ്വയം നേടണമെന്ന് മാത്രം ആ ഒരു ഇതിൽ നമ്മൾ ചിലപ്പോൾ വീണു പോകും.
തീർച്ചയായും അതിൽ ശരിക്കും വീണ് മൂക്കുത്തിപ്പോയ ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ ഇവരൊക്കെ വിശ്വസിച്ച് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങ് കയറി എത്തുകയാണ്. എത്തിയ പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് കഴിയുമ്പോൾ ഇവരടിയിൽ നിന്ന് അങ്ങോട്ട് ഒറ്റ വലി വലിക്കുമ്പോൾ നമ്മൾ വീഴുമ്പോൾ നമുക്ക് മാത്രമേ വീഴ്ചയിൽ കേടുപറ്റുള്ളൂ. ബാക്കി ആർക്കൊന്നും പറ്റില്ല. അപ്പൊ അതിൽ ചിലർ സഹതപിക്കുന്നല്ലാതെ എന്തിനതിന് പോയി സഹതപിക്കുന്നല്ലാതെ കുഴപ്പം ഒന്നിനുമില്ല. അപ്പൊ അങ്ങനെ ഒരു ബാനർ അവിടെ നിൽക്കുന്നുണ്ട് ഇന്നും. ഞാൻ എൻ്റെ തൊഴിലിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ. കുറേ സ്ത്രീകൾക്ക് ഇതുപോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ കൂടി ഒരു തൊഴിൽ സംരംഭം തുടങ്ങണം. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും സ്ത്രീകൾ പല രീതിയിലാണ് ഭയങ്കരമായ രീതിയിൽ അവരെ ഇത് ചെയ്യും. നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ എത്ര പെർഫോം ചെയ്താലും എന്തോ നമ്മൾ ചെയ്യുന്ന അത്ര ശരിയല്ല, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അതേ സാധനം വേറൊരാൾ ചെയ്യുമ്പോൾ അത് സൂപ്പറാണ്, വാവാണ്. നമ്മൾ എത്ര ട്രൈ ചെയ്താലും നീ ഒന്നും അത്ര വളരണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എവിടെയും. അവിടെ നിന്നൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇടിച്ചും പിടിച്ചാ വരുന്നത്. പക്ഷെ സ്ത്രീക്ക് ശത്രു സ്ത്രീ തന്നെയാ. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവരാ ഒരു മേഖലയിൽ മാത്രമേ നമുക്ക് സൂക്ഷിക്കേണ്ടൂന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അവർ അതിൽ നമ്മൾ കുറച്ചതായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ വലിയ കുഴപ്പക്കാരില്ല. പക്ഷെ സ്ത്രീകൾ ഏത് വഴി കൂടെ പോയിട്ടാൽ നമുക്ക് പാര വയ്ക്കാന്ന് നമ്മൾ പോലും ചിന്തിക്കില്ല. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അടികൾ കിട്ടിയിട്ട് ഞാൻ ഈ 4 മാസം മുമ്പ് ഞാൻ നല്ല വീഴ്ച തന്നെ ഇപ്പം നിൽക്കുന്നത്, കയറിയിട്ടില്ല. അതിൻ്റെ ഒരു കുറച്ചും കൂടെ സമയം എടുക്കും കയറി വരണമെങ്കിൽ. വരും ചേച്ചി. അത് അതിൻ്റെ ഒരു വലിയ സ്റ്റോറി എന്ന് വെച്ചാൽ ഞാനിത് ഞാൻ ഇപ്പോൾ കോയമ്പത്തൂർ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വേണ്ട ആയുർവേദ ക്ലിനിക്ക്. എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെതായ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാവശ്യം പറഞ്ഞപ്പോൾ വേറെ എൻ്റെ ഒരു സുഹൃത്ത് ക്ലിനിക്ക് വിറ്റിട്ട് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇവർക്ക് അറിയുന്നൊരു വർക്കാണല്ലോ ഫിസിയോതെറാപ്പി, അപ്പോൾ ആയുർവേദം ജീവനാണെന്ന് പറയുന്നവർ എൻ്റെ സുഹൃത്താണല്ലോ. അന്ന് ഒന്ന് ജസ്റ്റ് അവിടെ കൊണ്ടുപോയി കാണിച്ചു നോക്കാൻ വേണമെങ്കിൽ എന്ന് കരുതി. അവിടെ വന്നപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആഗ്രഹമുണ്ട്. പക്ഷെ വേണ്ടത് അവർക്ക് സാമ്പത്തികം സഹായിക്കാൻ എനിക്കും പറ്റില്ല. അപ്പം ഞാൻ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആവുന്ന രീതിയിലാവാമെന്ന് കരുതിയിട്ട് നമ്മളത് വേണ്ട രീതിയിലൊക്കെ ചെയ്ത് നമ്മളവിടെ അത് സെറ്റാക്കി വെച്ചപ്പോൾ അങ്ങനെ ഒരു ഫേം, അത് തയ്യൽ മേഖലയിൽ നിന്ന് വിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴത്തേനും നമ്മളെല്ലാവരും പതുക്കെ അവള് എന്തോ വലിയ. പക്ഷെ നമ്മളെങ്ങനെ അവിടെ എത്തുന്ന അല്ലെങ്കിൽ അത് എത്തിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ പുറകിലെ 2-3 എൻ്റെതായ ശരിയുണ്ട്. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ ഒരു വശത്ത് സഹായിക്കുന്നു, ഇപ്പുറത്ത് എൻ്റെ സുഹൃത്ത് തന്നെയാണ്. ഇവർ 2 പേരുടെ ഇടയിൽ ഞാനൊരാളുള്ളൂ. ഞാനൊരു നോ പറഞ്ഞവർ 2 പേരും അവിടെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നോ പറയാതെ അവരെ 2 പേരെയും കെയർ ചെയ്യാന്നുള്ള ആ ഒരു ഡീലിങ് മാത്രം ഉദ്ദേശിച്ചു. അപ്പം ഞാൻ ഓർത്ത് ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ ശ്രമിക്കാം, മുകളിലൊരാളുണ്ടല്ലോ, എന്താ വരട്ടെ എന്നടുത്ത് എൻ്റെ ശരി, നമ്മുടെ ശരി എന്താ പറയുക സത്യസന്ധമാണെങ്കിൽ നമുക്ക് വഴി തുറന്നു വരുമെന്ന് പറയുന്ന ഒരിത്. അങ്ങനെ അത് ചെയ്തത് കുഴപ്പമില്ലാതെ ആ കറക്റ്റ് ടൈമിൽ പൈസ കാര്യങ്ങളൊക്കെ ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്ന കഴിയുമ്പോഴാണ് നമ്മളറിയണത് ഇപ്പുറത്ത് നമ്മുടെ ഒപ്പം നിന്ന് സഹായിക്കുന്നവരുടെ പുറകിൽ വേറൊരു ഉദ്ദേശം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഉദ്ദേശം വേറെ ഒന്നല്ല, അവർ വേറൊരു സഹായം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട സഹായം ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്ന സഹായമാണ്. അതെന്ത് സഹായം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ ഒരു ആളെ സഹായിക്കാൻ എൻ്റെ കൂടെ നിർത്തി തൊഴിൽ പഠിപ്പിക്കും. ഓക്കെ കുഴപ്പമില്ല, ഒരാളെയല്ല 2 ആളെയല്ല 10 ആളാണെങ്കിൽ ഞാൻ ഒന്ന് തൊഴിൽ കൊടുക്കാന്നല്ല, നമ്മോട് സഹകരിക്കാൻ നമ്മൾ കൂടെ നിൽക്കാന്ന് വെച്ചാൽ ഒരു മനസ്സായിട്ട് നിൽക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഉള്ള സ്ഥലത്ത് ഞങ്ങളൊരു 9 പേര് 10 പേര് ഒരുമിച്ചൊരു ഷോപ്പ് 100 സ്ക്വയർ ഫീറ്റ് റൂമിൽ ഞങ്ങൾ സന്തോഷത്തോടെ ഷോപ്പ് നടത്തിക്കൊണ്ട് പോയിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഉറങ്ങാൻ മാത്രം വീട്ടിൽ പോകുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ രാത്രിയും വർക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം അവിടെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല. ഈ കോവിഡിനൊക്കെ മുമ്പ് വരെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഐക്യമായിരുന്നു. അതിന് ശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇപ്പം ഈ ഒരു സംഭവം ഇപ്പം ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ അവർ വന്നു, അവരെ പഠിപ്പിച്ചു, അതെല്ലാം ഞാൻ ഓക്കെ വിഷയമില്ല. പക്ഷെ വന്ന് കഴിഞ്ഞ് കണക്ഷനായി കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടേതായ വേറെ ലക്ഷ്യങ്ങളാണ്. അതെല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് എന്താ പറയുക, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വിഷയങ്ങൾ. എന്നാലും ഞാൻ സംസാരിക്കില്ല, ഞാനത് സാരില്ല പോട്ടെ, അവരറിവില്ലായ്മ എന്തെങ്കിലും അവിടെ വിട്ട് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ മോനോടായാലും പറഞ്ഞ സാരില്ല വിട്ടാളഞ്ഞാൽ മൈൻഡാക്കേണ്ട എന്നെ പോലെയാണ് നീ വിട്ടാൾ എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷെ ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരെ തമ്മിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാം, അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാം. അപ്പം ഇതുവരെ ഇല്ലാത്ത എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ വന്ന് ഞങ്ങൾ ഈ കൂട്ടായിട്ട് ഈ സ്ഥാപനങ്ങൾ നടത്തി പോകുമ്പോഴൊന്നും ഈ വിഷയങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ ശരിക്കും ഇവിടെ ഞാനൊന്നും അറിയാത്ത കാര്യങ്ങൾ അവിടെ അതിനെ ഭയങ്കര പ്രഷറായി, ഭയങ്കര വിഷയമായി. എല്ലാം കഴിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെന്തായി, നമുക്ക് ഇങ്ങോട്ട് നീട്ടിയ കാര്യം കൊടുക്കാതെ ഇത് നമ്മളൊരു നമ്മളിങ്ങനെ എന്താ പറയുക കുടുങ്ങിപ്പോയി അതിൽ.
നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണക്ക് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജാമായിപ്പോയത്. നമുക്ക് പിന്നെ അതൊക്കെ ഒഴിവാക്കി സെറ്റാക്കി പിന്നെ രണ്ടും കൽപ്പി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൽപ്പിച്ചുട്ടി അങ്ങ് ഇറങ്ങും. എന്ത് ചെയ്യുന്നു നോക്കിയെന്ന് എന്നാണ് കട എടുക്കുക. അവർക്ക് വേണ്ടി എടുത്തതാണ് ഞാൻ ഈ കട ശരിക്കും. അപ്പോൾ അവരെങ്ങനെയാണ് അവരുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അറിഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു സ്ഥാപനം ചെയ്തു തരാം. എൻ്റെ വർക്ക് നിങ്ങൾ ചെയ്യാറായിട്ടില്ല, ബ്രൈഡലല്ലേ, അത്രയും നിങ്ങൾ ചെയ്യില്ല, ബ്രൈഡലും വെസ്റ്റേണും ഒന്നും നിങ്ങൾ ചെയ്യില്ല, നിങ്ങൾ സാധാരണ. അപ്പം ഒരു ഷോപ്പ് ഇടുമ്പോൾ ഷോപ്പിലെല്ലാം വരും, നൈറ്റി ആയാലും കുർത്തി ആയാലും എല്ലാം വരുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്ത് ചെയ്യുമ്പോൾ അവർക്കൊരു സ്ഥിര വരുമാനത്തിൽ അവർക്കായി പോകുന്നു കരുതുമ്പോഴത്തേനും അവർ ഈ വക വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നപ്പോൾ ഇത് നമ്മൾ വാക്ക് പറഞ്ഞു ടോക്കൺ കൊടുത്തു സെറ്റാക്കി വെച്ചു എടുക്കാതിരിക്കാനും അല്ല. അപ്പോൾ ദൈവം അത് എനിക്ക് തന്നെ തീരുമാനിച്ച് അങ്ങനെയാണ് ഞാനിത് അത് വന്നു തുടങ്ങി. പിന്നെയാണ് ഇപ്പോൾ ജോലിക്കാർ വീട്ടിലിരുന്ന് എടുക്കണ പോലെയല്ല, പുറത്തേക്കൊരു ഷോപ്പായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റാഫ് ആ സമയത്താണ് ഈ വക ബുദ്ധിമുട്ടുകളെല്ലാം പുരുഷന്മാരുണ്ടെങ്കിലേ കൊണ്ടു തരുള്ളൂ. അപ്പൊ മോള് തന്നെ പറയും അന്ന് നോക്കണ്ട അമ്മയ്ക്ക് അറിയണ ചേച്ചിക്ക് സപ്പോർട്ടായിട്ട് മക്കളുണ്ട്, കാരണം അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരാൾ ഫാഷൻ ഡിസൈനറാണ്, ചേച്ചിക്ക് എൻ്റെ ഈ ഫീൽഡിൽ എനിക്കൊരു പേടിയില്ല. മകളും ഞാനും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ 6-7 പെൺകുട്ടികൾ തന്നെ വേറെയുണ്ട് സ്റ്റൈലിസ്റ്റുകളായിട്ട്, അവരെല്ലാവരും എടുക്കുന്ന വർക്ക് നമുക്ക് തരും. ചേച്ചിയുടെ ഫാമിലിയിൽ ചോദിച്ചാൽ ഭർത്താവുമായിട്ട് ഇഷ്യൂ ആവാൻ പിന്നെ പിള്ളേര് പിന്നീട് അച്ഛനെ കാണണമെന്നോ? അല്ല, കുട്ടികളെ രണ്ടടുത്ത് അങ്ങനെ വഴക്കൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പോലും പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ വഴക്കല്ല. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു കേസ് നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാട് നമ്മുടെ തലയിൽ വരുമ്പോൾ അന്നത്തെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ അച്ഛൻ്റെ മിസ്സിങ്, കാണാണ്ടാവുക, സ്വത്ത് ഇങ്ങനെ പോകുന്ന ഈ വിഷയങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നിടത്ത് ഒപ്പം നിൽക്കാതെ സാറില്ല അത് പോയത് പോയില്ല ഇനി അതിൻ്റെ പുറകെ പോണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താക്കും, നമുക്ക് അച്ഛനെന്ന് പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് വാല്യൂ ആണ്. എനിക്ക് അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും എനിക്ക് എൻ്റെ അച്ഛൻ തന്നെയാണ്. എന്നെ ഒരു ആൺകുട്ടികളെ പോലെ തന്നെ കുട്ടിക്കാലത്ത് വേർതിരിവില്ലാതെ വളർത്തിയ മതമോ ജാതിയോ ആണോ പെണ്ണോ അങ്ങനെയൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് വളർത്തിയതാണ്. അപ്പം അങ്ങനെ അത്രയും ഫ്രീഡത്തിൽ വളർത്തിയ അച്ഛൻ്റെ വിഷയത്തിൽ വന്നപ്പോൾ എനിക്ക് കൂടുതൽ വാല്യൂ അതിന് കൊടുത്തത് കൊണ്ട് വന്നതായിരിക്കാം. പിന്നെ അല്ലാത്ത വേറെ ചർച്ചകളും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ എൻ്റെ കയ്യിൽ നിന്നും വന്നിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കണം. നമുക്ക് ആ പ്രായത്തിൽ ഇപ്പം എൻ്റെ മക്കളിപ്പോൾ ആ പ്രായത്തിൽ നിന്ന് പിടിവാശി പിടിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഞാനും ആ പ്രായത്തിൽ പിടിച്ചപ്പോൾ ആൾക്കത് ഉൾക്കൊള്ളാതെ ആയിരിക്കാം. പക്ഷെ വെച്ചിട്ട് അതെല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പോഴും അങ്ങ് വിളിക്കുക കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ ഒരു ലൈഫ് മാറി നിന്നാലും ഞാൻ രണ്ടുപേരോടും പറയാം, അച്ഛനെപ്പോൾ വിളിച്ചാലും മോളിന് അച്ഛൻ്റെ കൂടെ തന്നെ അച്ഛനെപ്പോൾ വിളിച്ചാലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പോവുക, എന്താണെന്ന് ചെയ്തു കൊടുക്കണം. കാരണം നമ്മൾ വഴക്കിടുന്നത് രണ്ടുപേരെ തല്ലിപ്പിരിഞ്ഞ് ശത്രു ആവാനല്ലല്ലോ, നമുക്ക് പല കാര്യങ്ങൾ അഡ്ജസ്റ്റബിൾ അല്ലാണ്ടാകുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നു. പക്ഷെ ഇന്നും എനിക്ക് ഇപ്പോഴും മിനിയാന്ന് കഴിഞ്ഞ ദിവസം പോലും എന്നെ വിളിച്ചിട്ടുണ്ട്, മോള് വിളിച്ചൊരു കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല, അപ്പം എന്താ വേണ്ട അതിൻ്റെ വിഷയമില്ല, അതിനിപ്പോൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു, ഓക്കെ അതിലൊരു വിഷയമില്ല. അതിപ്പോൾ ഞാനവിടെ പക്ഷെ എവിടെയോ എല്ലാ കണ്ണികളും ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത് പോകുന്ന പലതും തുറന്നു പറയാൻ പറ്റാത്ത, ഇപ്പോൾ ഇങ്ങനെ പോലും ഒരു പ്ലാറ്റ്ഫോമിൽ തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അത് എൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോട് ചർച്ച ചെയ്ത് തന്നെ തീർക്കേണ്ട വിഷയങ്ങളാണ്. അതെന്നെ സംബന്ധിച്ച് എൻ്റെ സ്റ്റാഫുകളോട് എനിക്ക് പറയാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു വശത്ത് തൊഴിൽ നടക്കുന്നു, ഒരു സമയത്ത് വീട് കാര്യങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ ഭയങ്കര ഫ്രീ ബേഡായിട്ട് പോകുന്നു, എല്ലാ കാര്യത്തിനും സ്റ്റാഫുണ്ട്, കുട്ടികളുണ്ട്. അതിനപ്പുറം നമുക്ക് സെൽഫായിട്ട് കുറേ പ്രതിസന്ധികൾ നമ്മൾ ഈ തരണം ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ട്. തീർച്ചയായും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുക, കൂട്ടത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, അതിൻ്റെ കൂടാതെ ഈ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു ചേച്ചിയോട് എനിക്ക് സംസാരിച്ചാൽ തോന്നിയത് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു എയിം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 100 തടസ്സങ്ങളാണ് വരുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനാണ് ഈ പ്രശ്നമൊന്നുമില്ല. ചേച്ചി പറഞ്ഞ പോലെ തയ്യലിൽ തയ്ച്ച് സിമ്പിളായിട്ട് ചേച്ചിക്ക് പോകാൻ പറ്റും. ബാധ്യതകൾ കുറച്ചുണ്ട്, ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ ബാധ്യത എനിക്ക് പ്രശ്നമല്ല. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ലാതെ മുമ്പ് വന്ന പോലെ ഇനി ഒരു പ്രശ്നം വരാതെ ഞാനൊരു 3 വർഷം എനിക്ക് ഇതേപോലെ ജോലി ചെയ്തു പോയാൽ എനിക്കധികം വലിയ സ്വപ്നങ്ങളും ഇല്ല. എനിക്കിപ്പോൾ ഒരു വീട് പണിയണമെന്ന് ഇപ്പോൾ സ്ഥലമുണ്ട്, ആ ലോണൊന്ന് തീർക്കണം, അതിലൊരു ചെറിയ വീട് പണി. എനിക്ക് എല്ലാവരെ പോലെ വലിയ വീടൊന്നുമില്ല. എൻ്റെ ഭൂമിനെ പോലും വേദനിപ്പിക്കാതെ 2-4 തൂണിൽ മുകളിലൊരു ചെറിയ 350 സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയ വീട്, ഭൂമി ഒരിടത്തും ഒരു പ്രശ്നമാവാത്ത രീതിയിൽ. അതിന് ഞാൻ ആ വീട് തന്നെ സ്ഥലം തന്നെ എൻ്റെ കയ്യിൽ കേസ് കഴിഞ്ഞിട്ട് സ്ഥലം എനിക്ക് കിട്ടിയപ്പോൾ തന്നെ
ഞാൻ എൻ്റെതായ ബാധ്യത കറക്റ്റ് ചെയ്ത് എനിക്കൊരു ചെറിയ സ്പേസ് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിള്ളേരുടെ അടുത്ത് നമുക്ക് സ്നേഹകേന്ദ്രത്തിൻ്റെ ഒരു ഓഫീസ് ഞാൻ അതിൽ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടികളെ ലോകമായിരിക്കും. പെൺകുട്ടികളായാലും സ്ത്രീകളായാലും ആരായാലും അവരെ ലോകമായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലിരുന്ന് സ്വയം ചെയ്ത് കൂട്ടായിട്ടിരുന്ന് ചെയ്തിട്ട് വരുമാനം. പക്ഷെ ഇവർക്ക് അറിയില്ല, ഇവർ പലയിടത്താണ് കിടക്കുന്നത്. ഇപ്പോൾ പല സ്ഥലത്ത് കിടക്കുന്നവർക്ക് പല സ്ഥലത്ത് ഇരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യം നടക്കില്ല. അവർക്കൊരു ഹാള് പോലത്തെ ഒരു കുറേ സ്പേസ് ഇട്ടിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുമിച്ചിരുന്ന് അതെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്താൽ പോകാവുന്ന ഉണ്ട്. പക്ഷെ അതിന് മുന്നോട്ട് വരാൻ ആരുമില്ല. ഇനി നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരടുത്തേക്ക് പോകണം. അവർ തുന്നക്കാരിയല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത്, ഞാൻ യാദൃശ്യമായിട്ട് കയറി വരുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് കേട്ടിട്ടുണ്ട്. അവരങ്ങനെ പലതൊക്കെ പറയും. അവർക്ക് എന്നെ അറിയാം, അവരവിടെ ഇരുന്ന തുന്നക്കാരിയല്ല, അവർ പലതും പറയാൻ നടക്കാനുള്ളതല്ല. അപ്പം നമുക്ക് ഒന്നും കേൾക്കാത്ത പോലെ നമ്മൾ നിൽക്കും. അപ്പോൾ ഇപ്പോഴും ഞാൻ കൂടെ ഞാനൊന്നും പറയുന്നില്ല, കേൾക്കുന്നില്ല. ഞാനിങ്ങനെ പതുക്കെ പോട്ടെ, ഇതേപോലെ വർക്ക് വന്ന് അങ്ങ് പോയി. ഞാനിപ്പോഴും പറഞ്ഞു എനിക്ക് ആരും ഒന്നും സഹായം, എനിക്ക് വർക്കിൽ നമുക്ക് തൽക്കാലം നിലനിന്ന് പോകുന്ന രീതിയിൽ വർക്ക് വന്നുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു 10 കുട്ടികൾക്കെങ്കിലും ട്രെയിനിങ് കൊടുത്ത് നല്ലൊരു ടൈലറാക്കിയിട്ട് ഇപ്പം എൻ്റെ കൂടെയുള്ള 4 കുട്ടികളല്ല കൂടെ കുറച്ച് കൂടെ ആക്കിയിട്ട് ഒരു സെറ്റാക്കി. കാരണം ഒരു ടൈലർ എന്ന് പറഞ്ഞാൽ സഞ്ചി തയ്ച്ച് മാർക്കറ്റിലിറക്കി ഇതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷനായിട്ട് തന്നെ വെസ്റ്റേണും ഇതേപോലെ ബ്രൈഡലും ഒക്കെ തന്നെത്താനെ ചെയ്യാനുള്ള പ്രാപ്തിയാക്കുക. അതല്ലാതെ ഇപ്പോൾ തയ്യൽ എന്ന് പറഞ്ഞാൽ പല മേലെ പറയും തയ്യൽ പഠിച്ചു മെഷീൻ ഇട്ടത് ആ ടെക്സ്റ്റൈൽസിൻ്റെ ബാഗ് അടിക്കുന്നുണ്ട്. അത് കുറ്റാന്നല്ല, അതൊരു വരുമാന മാർഗ്ഗമാണ്. പക്ഷെ എല്ലാം അറിയുന്ന ഒരു ടൈലർ ആകുമ്പോഴാണ്, എല്ലാം എന്നല്ലെങ്കിൽ അത്യാവശ്യം ഒരു സ്ഥാപനം നടത്തുമ്പോൾ വേണ്ടി വരുന്ന ലേഡീസ്, കിഡ്സ്, ബ്രൈഡൽ, ട്രഡീഷണൽ അത്രയും സാധനങ്ങൾ അറിയാവുന്ന ഒരു നല്ലൊരു ടൈലർ. ഒരു തുണി വന്നാൽ അത് ലേഡീസാണോ ജെൻസാണോ എന്ന് ചോദിച്ചിട്ട് തുണി എടുക്കുക അല്ലെങ്കിൽ കൊടുക്കുക. അത് ലേഡീസ് ജെൻസ് എന്ന് മാറ്റി വെച്ചിട്ട് ഈ തുണി ഇന്ന പാറ്റേൺ ആണെന്ന് പറയുന്നൊരു ശൈലി വന്നാൽ തന്നെ അവിടെ വേർതിരിവ്. അവിടെ ആ വേർതിരിവിൽ ലേഡീസിൻ്റെ വർക്ക് ലേഡീസ് തയ്ച്ചാൽ ജെൻസ് തയ്ച്ചാലേ ശരിയാവുള്ളൂ എന്ന് ഒരു കൂട്ടർ, ലേഡീസ് തയ്ച്ചാലേ ശരി. ഇതൊക്കെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ മുന്നോട്ട് ഭയങ്കര ഒരു സ്ട്രഗിളാണ്. ഇപ്പം എന്തൊരു വർക്ക് എടുക്കാൻ ചെന്നാലും പിന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്നത്തെ പോലെ ഫാഷൻ ഡിസൈനിങ് വലിയ ഡിഗ്രി കോഴ്സുകളൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞവർക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ. എനിക്ക് എഴുതിയ പോലെ ഒന്നും ചെയ്യരുത് എന്നല്ല, ചില സമയങ്ങളിൽ നമ്മൾക്ക് എല്ലാവർക്കും അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഇതുവരെ നേരിട്ടല്ല, നമ്മളൊരു 2 മണിക്കൂർ മുമ്പ് നേരിട്ട് പേഴ്സണലി സംസാരിച്ചിരുന്നെങ്കിൽ ഞാനത് സംസാരിച്ചു കഴിഞ്ഞാൽ പറയായിരുന്നു അയ്യോ ഞാൻ ഇതല്ല പറയാ. കാരണം വെച്ചാൽ അത്രേ ഉള്ളിലിരുന്നിട്ടാണ് ഞാൻ ഞാൻ ഇന്നലെ രാവിലെ അല്ല മിനിയാന്ന് രാവിലെ വരുമ്പോൾ ഞാൻ എന്തിനാ പോയിട്ട് കട തുറക്കണത്. മുന്നോട്ട് നമ്മൾ പോകുന്നിടത്ത് നമുക്ക് ലക്ഷ്യങ്ങളില്ലാതെ വരിക, ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടികളെല്ലാം അവരവരെ ഇതിൽ. പിന്നെ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ശൂന്യതയിൽ ഇങ്ങനെ നിൽക്കേണ്ട, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ആരും ചോദിക്കാനില്ലാണ്ടാകുമ്പോൾ നമ്മളവിടെ വേണോ വേണ്ടേന്നൊരു അതൊരു എലമെൻ്റ് എപ്പോഴെങ്കിലും വന്നു പോയാൽ. പക്ഷെ ഞാൻ ചിലപ്പോൾ അത് ടൈപ്പ് ചെയ്ത് എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇല്ലേ അത് മനസ്സിൽ തന്നെ അങ്ങനെ കടന്ന് ചേച്ചി എന്നെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്നെ കരയിക്കരുത്. ചേച്ചിയുടെ കണ്ടൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഗസ്റ്റിന്റെ കണ്ണൊക്കെ നിറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് അല്ല പറയണ അപ്പൊ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴേ അറിയുള്ളൂ. നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കണേ. ഇപ്പം ചേച്ചിക്ക് അറിയാമല്ലോ ഞാൻ പറയാണ്ട് തന്നെ എന്താണെങ്കിലും മുന്നോട്ട് തന്നെ, വേറെ വഴിയില്ല. ചേച്ചി പറഞ്ഞോളൂ ചേച്ചിയുടെ ജീവശ്വാസമാണ് ആ തയ്യൽ, അല്ലാണ്ട് പാഷനല്ല. ചേച്ചിയോട് ഞാൻ ഫസ്റ്റ് പാഷൻ എന്ന് പറഞ്ഞു, ഇപ്പം ഞാൻ തിരുത്തി പറയുവാണ് ചേച്ചിയുടെ ജീവവായുവാണ്. ആ വായു ചേച്ചീനെ ഒരിക്കലും ചതിക്കില്ല ചേച്ചി. കാരണം അത് ഞാൻ സമ്മതിച്ചു. കാരണം ഞാനിപ്പോൾ 3 ദിവസം തന്നെ ഇപ്പം ആ മെസ്സേജ് ഞാൻ ശരണിക്ക് അയച്ച് മിനിയാന്ന് രാവിലെ എന്നോന്നു മിനിയാന്ന് അല്ല, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് 3 ദിവസമായിരുന്നു. 3 ദിവസമായിട്ട് ഞാൻ ശരണിക്കുന്ന ഉദ്ദേശിച്ചല്ല, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ലൈവ് പോസ്റ്റ് ആവാൻ വേണ്ടി എഴുതി വെച്ചു. അത്രയ്ക്ക് ഇതായി കഴിഞ്ഞപ്പോൾ എനിക്ക് തൊട്ടടുത്ത് ഒരു വർക്ക്, കൃത്യമായിട്ട് എനിക്കൊരു വർക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അന്നത്തെ എൻ്റെ ആ പ്രഷർ അല്ലെങ്കിൽ പ്രശ്നം മൊത്തം തീർന്നു. ഒന്നല്ല, മൊത്തം തീരാവുന്ന വർക്ക് ഞാനൊരു 3 ദിവസം കൊണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്ട്രോങ് കുറഞ്ഞു. അപ്പം ഞാനത് മുഴുവൻ ഇങ്ങനെ എഴുതിയപ്പോൾ ആരോ എന്നിൽ അരുത് എന്ന് പറഞ്ഞൊരു തടസ്സം ചിന്തിക്കണം, അതായിരിക്കാം എന്ന് കരുതി. പിന്നെ ഞാൻ തന്നെ 3 ദിവസം ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്തായാലും ഉണ്ടാക്കാന്ന് കരുതി. അത് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി. പിന്നെ അതിനേക്കാൾ അപ്പുറം ഒരു കാര്യം കൂടെ പറഞ്ഞു. പിന്നെ നമ്മൾ ചോദിക്കും നിന്റെ എന്തിനും കൊള്ളാം,
നിന്നെ ഒരു ഉപകാരമില്ല. നമ്മളെ അടുത്ത് ചിലർ പറയുന്ന ചില സമയത്ത് നമ്മളോട് പറയുന്നൊരു ചോദ്യം, നിന്നെന്തിനു കൊള്ളാം, നിന്നൊരു ഉപകാരമില്ല എന്ന്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ നമ്മളത് തമാശ രൂപേണയിൽ അങ്ങനെ ആകും. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തുനിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ചില തലങ്ങളുണ്ട്. അത് ആരോ ആയിക്കോട്ടെ, എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടായി. എൻ്റെ അച്ഛനായാലും അമ്മയായാലും കുടുംബങ്ങളായാലും ബന്ധങ്ങളായാലും ഒക്കെ ഉള്ളൊരു ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ എപ്പോഴും എന്ന് വെച്ചാൽ ഇന്നും അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞെങ്കിലും അച്ഛൻ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. ആ ഒരു ചിന്ത അങ്ങനെ തന്നെയാണ്. അച്ഛനെന്ന് പറഞ്ഞ ഒരാളില്ലാതായി. ചേച്ചി ഉള്ളപ്പോൾ നമ്മൾ ഒരുപാട് തല്ലുകൂടും. അതാ സോറി, കുഴപ്പമില്ല. നമുക്ക് സന്തോഷമുള്ള കാര്യം സംസാരിക്കാൻ ചേച്ചി. അച്ഛനുണ്ട്, അല്ല അച്ഛനുണ്ടെന്നല്ല പറഞ്ഞ, അതൊക്കെ നമ്മൾ കഴിഞ്ഞതൊക്കെ തരണം ചെയ്ത് കേസ് നേടി എല്ലാം നേടി. എന്നെ സംബന്ധിച്ച് ഞാൻ താഴോട്ടല്ല പോയേക്കുന്നത്. ഒന്നിനും മേലെ ഒന്നൊരു നേടി ഇവിടെ വരെ എത്തി ഞാൻ. ശരി ചേച്ചി, ഈ കരച്ചില് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഈ കരച്ചില് വേണ്ട, അവർക്ക് അങ്ങനെ ഇപ്പൊ സുഖിപ്പിക്കേണ്ട. നമ്മള് അവരങ്ങനെ സുഖിപ്പിക്കേണ്ട. ചേച്ചി കണ്ണൊക്കെ തുടക്കി, ഭയങ്കര ഫീൽ ആവുന്നു എനിക്ക്. അങ്ങനെ ആരെ സന്തോഷിപ്പിക്കണ്ട നമ്മുടെ കണ്ണീര് കണ്ടിട്ട്. നമ്മൾ സ്ട്രോങ് ആണ്. ഓക്കെ. പിന്നെ നമ്മളിപ്പോ നമുക്ക് പല കാര്യം ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഓർക്കുന്ന ബന്ധങ്ങളാവുമ്പോഴാണ് നമുക്ക് നിലനിൽക്കുന്ന ഇപ്പോൾ ഉള്ള നിലവിലുള്ള ബന്ധങ്ങൾ പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം വരുന്നതാകുമ്പോഴാകുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അത് ഒരു പ്രാവശ്യം നമ്മൾ ശരിക്കും ഒരു ആംബുലൻസ് ICU സർവീസ് പോലെ ഇതാണ്. അതുവരെ നമ്മുടെ ചുറ്റിലുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ ചുറ്റിലുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നേരില്ല, അല്ലെങ്കിൽ അതാണ് ഇതാണ് 100 കാര്യങ്ങൾ അവൈലബിൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞു കാര്യം വരുമ്പോഴത്തേനും നേരെ വന്ന് ആ ഭാരം മുഴുവൻ നമ്മുടെ തലയിൽ വെച്ച്. അപ്പം നമ്മളത് ഏറ്റെടുക്കാതിരിക്കില്ല. കാരണം എന്താ, നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്നതും നമ്മുടെ പാരന്റ്സ് പഠിപ്പിച്ചിട്ടുള്ളത് എന്താ. എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുണ്ട്, അങ്ങനെയാണ്. എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുണ്ട്. ചേച്ചിയുടെ അതേ ടൈപ്പാ. എല്ലാവർക്കും വേണ്ടി ഓടി നടക്കും. ഇതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു കാര്യത്തിന് വരുമ്പോ അവരൊക്കെ അത് നിനക്ക് എന്തിന്റെ പ്രശ്നം, നിനക്ക് എന്തിന്റെ കേടാ, മനസ്സിലായി. അവരെന്നിട്ട് ഇപ്പോ എൻ്റെ കൂടെ എറണാകുളത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് നിന്ന് ചേച്ചി ഇപ്പൊ എറണാകുളത്ത് വന്നു. അവർക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയം വെട്ടിക്കളഞ്ഞു. നമ്മൾ അങ്ങനെ ചെയ്യും ചേച്ചി. നമ്മളെല്ലാവർക്കും പ്രയോറിറ്റി കൊടുക്കുക. എന്താണെന്നറിയാം, നമുക്ക് ഇവരൊക്കെ വലിയതാണല്ലോ എന്ന്. പക്ഷെ അവർക്കത് തിരിച്ചുണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ മനസ്സിനെ ഇപ്പം ചേച്ചീനെ നോവിക്കുന്ന എല്ലാ വേദനകളും നിമിഷങ്ങളും ഒക്കെ നമ്മൾ ചേച്ചി കുറച്ചുകൂടെ സ്ട്രോങ് ആവാനുണ്ട്. ഞാൻ എപ്പോഴും എന്നോട് പറയുന്ന കാര്യം സ്ട്രോങ് ആവണം. എനിക്ക് പറ്റാത്ത അതാണ്. പറ്റിയാലാണ് ചേച്ചിയുടെ ഇപ്പോഴത്തെ ബൊട്ടിക്കിന്റെ ഇതില്ലേ അതൊരു നെക്സ്റ്റ് ലെവല് പോകുള്ളൂ. കാരണം അബലകൾക്കും ചബലകൾക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇതൊന്നും. പറ്റാത്തന്ന് പറഞ്ഞ കാരണം ആരും നമുക്ക് ഒഴിച്ചു മാറ്റി, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവരെയൊന്നും മുറിച്ചു മാറ്റി വെക്കാൻ പറ്റുന്നവരല്ല. ആ മുറിച്ചു മാറ്റി വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ കണ്ടില്ല എന്ന് കരുതി നമുക്ക് പോവാം. പക്ഷെ നമുക്ക് മുറിച്ചു മാറ്റി വെക്കാൻ പറ്റാത്തവരിൽ നിന്നാവുമ്പോൾ പിന്നെ നമ്മൾ ആ പ്രായത്തിൽ ഇത്രയല്ലേ പക്വത ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ സൊല്യൂഷൻ നമ്മളാണ് നമ്മളുടെ സൊല്യൂഷൻ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ ചേച്ചി കുറച്ച് നോസ് ചേച്ചി കയ്യിലുണ്ടാവണം കേട്ടോ. ചേച്ചിയുടെ ബാഗിൽ ഇപ്പൊ കൊണ്ടുവന്നേ ആ ബാഗ് നിറച്ച് നോ ഉണ്ടാവണം. എന്തിനാണെന്നറിയോ, നോ പറയണം ചേച്ചി. എങ്കിലേ നമുക്ക്, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കരഞ്ഞുകൊണ്ടേയിരിക്കും. സീരിയസ്ലി നമ്മൾ അത്രയും ഞാൻ ഗ്രാജുവലി അത് മനസ്സിലാക്കിയ ഒരാളാണ്. പണ്ടൊന്നും നോ പറയാനൊക്കെ ഭയങ്കര മടി. ഇപ്പം എല്ലാത്തിനും ചെറുതാണെങ്കിൽ കൂടിയും ഞാൻ നോ എന്ന് തന്നെ പറയും. പറ്റില്ല കേട്ടോ, ക്ഷമിക്കണം. അത് നമ്മൾ മുഖത്തടിച്ച പോലെയല്ല, എനിക്കിപ്പോൾ പറ്റില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ അങ്ങ് നിൽക്കുക. ചേച്ചീനെ ഇപ്പം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ വർക്ക് കണ്ടിരുന്നു മറ്റവരുടെ. ഇപ്പം എനിക്ക് അയച്ചു തന്നില്ലായിരുന്നോ ഡബ്സിയുടെയും ചേച്ചി അയച്ചു തന്ന വർക്കൊക്കെ. നല്ല രസമുണ്ട് വർക്കൊക്കെ. ചേച്ചി പറഞ്ഞു. അപ്പം ചേച്ചിക്ക് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ലൈഫിൽ. അതൊരു വരുമാനം മാത്രമല്ല ചേച്ചി, അത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് തരുന്ന ഒരു സാധനമാണ്. എനിക്കിഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ 36 മണിക്കൂറൊക്കെ 2 ദിവസം ഒരു ഡേ നൈറ്റും പിറ്റേ ദിവസത്തെ പകൽ അങ്ങനെ ഇരുന്ന്
വർക്ക് ചെയ്യാറുണ്ട്, വർക്ക് ചെയ്യും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കിടന്ന് ഉറങ്ങുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള കുട്ടികൾ വരെ, നിൽക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. പക്ഷെ നമുക്ക് ചില സ്പേസിലില്ല. ഇപ്പം ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് സെൽഫായിട്ടൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു എന്താ പറയുക, സ്റ്റൈലിസ്റ്റോ ഫാഷൻ ഡിസൈനോ മാത്രം, ഇതൊരു ടീമാണ് വർക്ക്. പക്ഷെ വർക്ക് വരുമ്പോൾ നിങ്ങൾ എവിടെ നോക്കിയാലും നോക്കിക്കോ, ടൈലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖല ഉണ്ടാവില്ല അവിടെ. പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഉണ്ടാവില്ല, അതിൻ്റെ അപ്പുറത്തെ എല്ലാ മേഖലയും ഉണ്ടാവും. അത് മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഉദാഹരണം, ഇപ്പോൾ ഈ അടുത്ത ദിവസം എനിക്ക് അതും വലിയൊരു ഭയങ്കര വിഷയം ഉണ്ടായ ഒരു സംഭവം, വിഷമം തോന്നിയൊരു സാധനമാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ ഒരു കുട്ടി കേട്ടറിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് അവർക്ക് വർക്കെല്ലാം ചെയ്തു കൊടുത്തു. അവർക്കത് ഭയങ്കര ഇഷ്ടമായി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരെനിക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നു. ആ കുട്ടി ഇട്ട് കഴിഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് വോയിസ് അയച്ചു തന്നു, ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമായി, ചേച്ചിയുടെ കരകൗശലമൊന്നും എനിക്ക് അതിൽ ഫോട്ടോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അങ്ങനെ ഞാൻ ഭയങ്കര ഇതൊക്കെ പറഞ്ഞിട്ട് അയച്ചു തന്നു. ഞാൻ ഈ ഫോട്ടോ എന്താക്കി, ഞാൻ ഫേസ്ബുക്കിലിട്ടു, ഇൻസ്റ്റയിലിട്ടു. പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് ചെറിയ നൂലാമാലകളായി. അത് വേറെ ഏതോ ഒരാൾ എടുത്തതാണ്, അവരിതാക്കി. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ പുറകെ ചോദിച്ചു. നമുക്ക് ഈ ഇപ്പം ശരണി എനിക്കൊരു ഫോട്ടോ തരുമ്പോൾ, ഞാൻ ജയിച്ചൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് എവിടെയും പോയിട്ട് ഫോട്ടോ തരുമ്പോൾ ഞാൻ അതിൻ്റെ പിന്നാമ്പുറം തികയില്ല. ഇപ്പം ഇന്ന് ക്രിസ്റ്റീനയുടെ ഫോട്ടോ കിട്ടി, ആരെടുത്തോ എന്തോന്ന് എനിക്കറിയുന്നില്ല. എനിക്ക് സ്നേഹത്തോടെ ഇട്ട് തന്നു, ഞാൻ സ്റ്റോറി അല്ലെങ്കിൽ പറയണം, ഫോട്ടോ തന്നു, അത് ഇടുമ്പോൾ ഒന്ന് പറയും, ഇടണ്ടാട്ടോ ഒന്ന് അത് പറഞ്ഞിട്ടില്ല. ഇട്ട് അവരെനിക്ക് ഇട്ടോളാൻ പറഞ്ഞ് തന്നു. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് വേറെ ആരൊരു കുട്ടി ഫോട്ടോ എടുത്തതാണ്, എടുത്ത കുട്ടിക്ക് ഒബ്ജക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് അവരെന്നോട് ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങളെടുത്തതാണ്, നിങ്ങളൊരു വർക്കൊക്കെ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ ഡ്രസ്സ് അവർ സാരി എടുക്കാൻ പോകുമ്പോൾ മുതൽ എന്നോട് സംസാരിച്ച്, ഇന്ന കളർ എടുത്ത് ഇന്ന പോലത്തെ ആ സാരി കൊണ്ടുവന്നിട്ട് ആ ബ്ലൗസ് ഇന്ന രീതിയിൽ ഇന്നാണ് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞു. ഞാനത് അതേ കട്ടിങ്ങിൽ അതേപോലെ ചെയ്ത് കൊടുത്തിട്ട് അവർ തന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അയച്ചു തന്ന ഫോട്ടോയാണ്. അതുകൊണ്ട് ഞാൻ അത് ഹൈഡ് ചെയ്ത് വെച്ചു, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരാൾ നമ്മളൊരിത് പറഞ്ഞതിന് എൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തയ്ച്ച വേറൊരു ബ്ലൗസ് ഇട്ടിട്ട് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിലൊരു സ്റ്റാർ തന്നെ ഫോട്ടോ അയച്ചു തന്നു. അപ്പം ഞാൻ ഓർത്തു, അതിലെനിക്കൊരു പാഠം കിട്ടി. അപ്പോഴും നമ്മളെന്താ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ, ഈ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടുമ്പോൾ ഇപ്പം അമ്പലത്തിലേക്ക് വിഗ്രഹം പണിത് കൊടുത്ത പോലെ, വിഗ്രഹം കൊണ്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറിയൊന്നും തൊടാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയാ തൊഴിൽ. അതും എന്നെ ഈ ഒരു ആഴ്ചകളിലുണ്ട്. അപ്പം നമ്മൾ ഈ വർക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കിട്ടി. അത് മാത്രമല്ല, എനിക്ക് ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ എനിക്കൊന്നും അറിയാത്തൊരു സാധനമായിരുന്നു അത്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ട്, ഞാൻ തരാം, വരണം, നിങ്ങൾ ട്രയൽ അടിച്ച് തന്നാൽ മതി, അതിന് ഞാൻ പേയ്മെൻറ്റും തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കാനായിട്ടാണെങ്കിൽ ഞാൻ ഓക്കെ, പേയ്മെൻറ്റ് രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ആ സാധനം ചെയ്തിട്ടില്ല, എങ്കിലും നിങ്ങൾ തന്നു നോക്കും, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നു. അത് തന്നൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. ഇപ്പോൾ ഒരു ഓഫ് സീസണിൽ സ്റ്റോക്ക് ചെയ്യാൻ കുറച്ച് തന്നിട്ടുണ്ട്, ഓർഡർ തരാമെന്ന് പറഞ്ഞു. മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ തരാം. അപ്പോൾ അതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളിവിടെ ചവിട്ടി താത്തി തോൽപ്പിക്കുമ്പോൾ നമ്മൾ വീഴുന്നില്ല, എങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു ഭയങ്കര ഷോക്കല്ലേ. തീർച്ചയായും ചേച്ചി. അതായത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ ലൈഫിൽ കയറ്റിറക്കം, ഞാൻ പറഞ്ഞ പോലെ ഇറക്കങ്ങൾ ഒരുപാടുണ്ട്, അത് കയറ്റങ്ങളുടെ തുടക്കമാണ്. കയറ്റം എന്ന് പറഞ്ഞാൽ ഉയർച്ചയുടെ തുടക്കമാണ്. അപ്പോൾ ഇനിയും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ലൈഫ്, ചേച്ചി പറഞ്ഞ എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ തന്നെ പ്രത്യേകതയൊന്നും. അവിടെ ചേച്ചിയുടെ മേഖലയിൽ ചേച്ചിയാണെങ്കിൽ വേറെ മേഖലയിൽ വേറെ സ്ത്രീകൾ, ഓരോരോ മേഖലയിൽ ഓരോ സ്ത്രീകൾ. പക്ഷെ അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ അതിനെതിരെ മൗനം പാലിക്കുന്നില്ലല്ലോ, അത് തന്നെ വലിയ മൂവാണ്. അതായത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഈ ഇതിലുള്ള മറ്റുള്ള ആളുകൾക്ക്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കും. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ എൻ്റെ കുട്ടികൾ എന്നോട് പറഞ്ഞത്, സ്റ്റാഫ് കുട്ടികൾ എന്നോട് പറഞ്ഞതറിയാം, അതെ ഞങ്ങളൊക്കെ ഇത്ര ലക്ഷം കൊടുത്ത് പഠിപ്പിച്ചതാ, പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഇപ്പം ഞങ്ങൾ ഒന്നേന്ന് പഠിപ്പിക്കുന്നത്. അപ്പം ആദ്യം വേണ്ടത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറേറ്റ് പഠിച്ച MBBS പഠിച്ച 6 മാസം പഠിച്ച് നേരെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. നഴ്സിംഗ് പഠിച്ചവർക്ക് ജോലി, ഇവർക്കൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് ഏതെങ്കിലും മെറ്റീരിയൽസ് ബൊട്ടിക്കുകളിൽ അളവെടുക്കാൻ, കട്ടിങ് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നുള്ളതിൻ്റെ അപ്പുറം അവർക്ക് സ്വയം ചെയ്യാൻ പര്യാപ്ത. എന്താണെങ്കിലും ചേച്ചി ഇതുപോലത്തെ ഉള്ള കുട്ടികൾക്കൊക്കെ മാതൃകയാവട്ടെ, അവർക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കുക. എനിക്കും താല്പര്യമുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ. കാരണം ചേച്ചി മറ്റേ കുഞ്ഞു ഉടുപ്പ് മറ്റേ സ്റ്റിച്ച് ചെയ്ത കാര്യം പറഞ്ഞില്ലേ, മറ്റേ ഞാൻ പണ്ട് എൻ്റെ ഒരു ചുരിദാർ അമ്മയുടെ സാരിയിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമായിരുന്നു.
പക്ഷെ അതൊക്കെ മാറി നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ആയി. എനിക്കറിയില്ല എങ്ങനെയൊക്കെ അതിനകത്തൂടെ വന്നു എടുത്തു എന്നൊന്നും. ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ ഒരിക്കൽ ഞാനും വരാൻ പഠിക്കാൻ. പിന്നെ എൻ്റെ നല്ല ഡ്രസ്സൊക്കെ തയ്ച്ചിടണം. കാരണം ഞങ്ങൾ കേട്ടസിയൊക്കെ കൊടുക്കാൻ തയ്ച്ചു ഡ്രസ്സിൽ നല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചി കാണാനും പരിചയപ്പെടാനും പറ്റിയതിൽ, ഈ പറഞ്ഞ പോലെ ഈ മേഖലയിൽ ഇങ്ങനെയും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞതിന് ഒക്കെ നന്ദി ചേച്ചി. താങ്ക് യു. വലിയ സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരണ്യ അന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ വിളിച്ചപ്പോൾ തിരിച്ചൊരു മറുപടി വന്നില്ലായിരുന്നെങ്കിൽ വേറൊരു തലമായിരിക്കും. അത്ര ചില നിമിഷങ്ങളാണ് നമ്മൾ ആ നിമിഷങ്ങൾ കടന്നു പോകുക എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തിയെങ്കിൽ കടന്നു പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ പഠിച്ചു. അത് ആ ടൈപ്പ് ചെയ്ത് വന്ന് 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 അവസാനം എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറേ റിലാക്സ് കിട്ടി. ഇതിൽ ഒരുപാട് പേര് ഈ ചേച്ചിയുടെ ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ആയിട്ട് വരും, ചേച്ചി ശരിയാ, ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ചേച്ചി സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം.